ഹലോ. 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 കുറച്ചു ദിവസം ആയല്ലോ കണ്ടിട്ട്. എനിക്കിത് തിരക്കുണ്ടായിരുന്നു. ആ, ദാസറ്റിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തില്ലേ? ഡിസ്ചാർജ് ചെയ്തു, വേറെ ചാർജ് എടുക്കുകയും ചെയ്തു. ഡിസ്ചാർജ് ചെയ്തു പറയായിരുന്നു. എന്നിട്ട് ദാസറ്റിനവിടെ ഹോട്ടലിൽ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ. അവിടെ ഉണ്ടാവും. മാലതിയില്ലേ? ഡ്യൂട്ടി കഴിഞ്ഞ് വന്നില്ല. ഓഹോ. ഒരു സെക്കൻഡ്. ഞാനൊരു കാര്യം ചോദിച്ചാൽ അമ്മണിക്കുട്ടി സത്യം പറയൂ? എന്താ? ഈ മാഷ് അമ്മണിക്കുട്ടിയുടെ ശരിക്കുള്ള അമ്മാവന്റെ മകനാണോ? അതെ. എന്താ അപ്പനൊരു സംശയം? ഒന്നുമില്ല. ഇയാള് നാട്ടില് വല്ല കേസിലും ഗുലുവാലും ഒക്കെ പെടാറുള്ള ആളാണോ? എന്ത് കേസ്? പെണ്ണ് കേസ്, വായി നോട്ടം, ഈ പെണ്ണിനെ കണ്ട് 2 ദിവസം പ്രേമിച്ചു, ആ പെണ്ണിനെ കണ്ട് 10 ദിവസം പ്രേമിച്ചു, അങ്ങനെ വല്ല ചുറ്റിക്കളിയുള്ള ആളാണോ? ഏയ്, ദാസേട്ടൻ വളരെ മാന്യനായിട്ടുള്ള മനുഷ്യനാണ്. ഓഹോ. ഇയാൾ നന്നായിട്ട് മദ്യപിക്കുമല്ലേ? എനിക്കറിയില്ല. എന്നാ എനിക്കറിയാം. പലപ്പോഴും എന്നെ പോലും ഇയാളെ കുടിക്കാൻ നിർബന്ധിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ കുടിക്ക് വീണില്ല. വീണിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് അമ്മണിക്കുട്ടിയുടെ മുഖത്ത് നോക്കാൻ പറ്റുമായിരുന്നില്ല. അയാളുടെ എല്ലാ തോന്നിവാസങ്ങളും കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടുമെന്നല്ല വിചാരിച്ചു. ഇയാൾ നന്നായിട്ട് നുണയും പറയുമല്ലേ? എന്തോ എനിക്കറിയില്ല. അതുപോട്ടെ. ഇയാൾ ഇതിന് മുമ്പ് മദ്രാസ് വന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഇതെങ്ങനെ ഇത്ര എളുപ്പത്തിൽ സംഭവിച്ചു? എന്ത് സംഭവിച്ചു? മാലതിക്ക് ഈ മാഷ നേരത്തെ പരിചയമുണ്ടോ? ഇല്ല. പിന്നെ ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് സംഭവിച്ചു? ആർക്കെന്ത് സംഭവിച്ചെന്നാ അപ്പൊ പറയുന്നത്? ഞാനിനി പറയാൻ പോകുന്ന കാര്യം കേട്ട് അമ്മണിക്കുട്ടി ഞെട്ടരുത്. ഞെട്ടിയിട്ട് കാര്യമില്ല. നടക്കേണ്ടതൊക്കെ നടന്നു കഴിഞ്ഞു. ഇന്നലെ ആ പെൺകൊന്തൻ അമ്മണിക്കുട്ടിയുടെ കൂട്ടുകാരിയായ മാലതിയെ രജിസ്റ്റർ വിവാഹം ചെയ്തു. എന്താ വിശ്വാസമായില്ലേ? എടുത്തോ. നിങ്ങളുടെ കൂടെ ഈ ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന ഒരു പെൺകുട്ടി വേലി ചാടിപ്പോയി രജിസ്റ്റർ വിവാഹം ചെയ്തു എന്ന് പറയുമ്പോ നിങ്ങക്ക് ലജ്ജ തോന്നുന്നില്ലേ? തന്നെ പോലുള്ള ഒരാൾ ജീവിക്കുന്ന ഈ ഭൂമിയിലാണല്ലോ ഞങ്ങളും ജീവിക്കുന്നതെന്ന് ഓർക്കുമ്പോ എനിക്ക് ലജ്ജ തോന്നുന്നുണ്ട്. എന്നെ പറ്റിയോ അതോ ദാസിനെ പറ്റിയോ? തന്നെ പറ്റി തന്നെ. ഈ തള്ളക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? തനിക്ക് വല്ല അസുഖമുണ്ടോ? എന്താ അമ്മണിക്കുട്ടി താനെന്നൊക്കെ വിളിക്കുന്നത്? പിന്നെ തന്നെ ഞാൻ എന്ത് വിളിക്കണം? നമ്മൾ തമ്മിലുള്ള ബന്ധം വെച്ച് ഒരു പുരുഷന്റെ മുഖത്തൊക്കെ ഇങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്? നമ്മൾ തമ്മിൽ എന്ത് ബന്ധം? ഒരു ബന്ധമില്ലേ? ഓ ഓ, അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴെന്തിനാ പരസ്യമാക്കുന്നത്? എടോ അപ്പു, തന്റെ അസുഖം എന്താണെന്ന് എനിക്ക് നേരത്തെ മനസ്സിലായതാ. ഇപ്പൊ കൂടുതൽ വ്യക്തമായി. ദാസേട്ടനെ കൊണ്ട് മാലതിയെ കല്യാണം കഴിപ്പിച്ച് മാറ്റി നിർത്തിയാൽ തന്നെ ഞാൻ കല്യാണം കഴിച്ചോളെന്ന് വിചാരിച്ചു അല്ലേ? അമ്മണിക്കുട്ടി എന്തൊക്കെയാ പറയുന്നത്? നാടകം കളിക്കുകയാണോ? ഒരു തൊഴിലും പണിയുമില്ലാതെ തെണ്ടി നടക്കുന്ന തന്നെ ഞാൻ വിവാഹം കഴിക്കുന്നു വിചാരിച്ചോ? തന്റെ മരമൊണ്ട കണ്ട് ഞാൻ മയങ്ങുമെന്ന് വിചാരിച്ചോ? Stupid scoundrel, get out! അമ്മണിക്കുട്ടി എന്താ എന്നെ മനസ്സിലാക്കാത്തത്? എന്റെ മനസ്സിൽ എന്റെ നിന്ന് മാത്രം കരുതി ഞാൻ പ്രതിഷ്ഠിച്ചിരുന്ന അമ്മണിക്കുട്ടി നഷ്ടപ്പെട്ടു പോകുമോ എന്നെനിക്ക് തോന്നി. സ്നേഹിച്ച പെണ്ണിനെ മറ്റൊരുത്തൻ സ്വന്തമാക്കുന്നത് കാണാനുള്ള മനക്കരുത്ത് ഒരു പുരുഷനും ഉണ്ടാവില്ല അമ്മണിക്കുട്ടി.
ദാസും അമ്മിണിക്കുട്ടിയും തമ്മിൽ അകലണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അതൊരു തെറ്റാണ്. അതുകൊണ്ട് ആർക്ക് എന്ത് ദോഷം പറ്റി? മതി വിസ്തരിച്ചത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാൽ ഈ പടി ചവിട്ടി പോരുത്. അമ്മിണിക്കുട്ടി, എന്നെ കൈവിടരുത് അമ്മിണിക്കുട്ടി. നമ്മുടെ ബന്ധത്തെ പറ്റി ഞാൻ എന്റെ വേണ്ടപ്പെട്ടവരെല്ലാം അറിയിച്ചു പോയി. വീട്ടിലെ കത്ത് വരെ എഴുതി. എന്നിട്ട് ഈ അവസാന നിമിഷത്തിൽ ആര് പറഞ്ഞു കത്തെഴുതാൻ? ഞാൻ പറഞ്ഞോ തന്നെ പ്രേമിക്കുന്നെന്ന്? പ്രേമിക്കുന്നുവെന്ന് പറയണോ? പരിചയപ്പെട്ട നിമിഷം മുതൽ നമ്മൾ എങ്ങനെയാണ് കഴിഞ്ഞത്? നമ്മൾ ഒരുമിച്ച് സിനിമയ്ക്ക് പോയിട്ടില്ലേ? റെസ്റ്റോറന്റിൽ പോയിട്ടില്ലേ? പിക്നിക്കിന് പോയിട്ടില്ലേ? സ്വകാര്യ ദുഃഖങ്ങൾ അന്യോന്യം കൈമാറിയിട്ടില്ലേ? ഇതിൽ നിന്നൊക്കെ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? അമ്മിണിക്കുട്ടി വേണമെങ്കിൽ ഈ പാവത്തിന് മറന്നോളൂ. പക്ഷെ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. സത്യം. സന്തോഷം. ജീവിതത്തിൽ ആദ്യമായിട്ട് മനസ്സുകൊണ്ട് താനെന്ന് കരഞ്ഞല്ലോ, അത് മതി. എനിക്ക് സന്തോഷമായി. നിക്കണേ. നീ എന്താ എന്നെ പറ്റി മനസ്സിലാക്കിയത്? ഞാൻ മനസ്സ് നൊന്ത് കരഞ്ഞാൽ നിനക്ക് സന്തോഷാവൂല്ലേ? എന്റെ മനസ്സും നൊന്തില്ല, ഞാൻ കരഞ്ഞൂല്ല. എടി വച്ചേ, ഇത് എന്റെ അവസാനത്തെ നമ്പറാ. 18ാമത്തെ അടവ് എന്ന് കേട്ടിട്ടില്ലേ? അതാ ദേ ഇത്. നീ ആര്? ഭൂലോകരംഭയോ? നിന്റെ ദേഹത്തെന്തോ സ്വർണം പതിച്ചു വെച്ചിരിക്കുന്നു. മുരിങ്ങക്കോല് പോലുള്ള ഉടലും തൂർച്ച കണ്ണും ഉന്തിയ നെറ്റി ഇളിഞ്ഞ ചിരി. നിന്നെ കേട്ടാ എന്നെ പോലെ മരബോന്ധമുള്ള ഒരുത്തനല്ലാതെ പിന്നെ ഗന്ധർവൻ ഇറങ്ങി വരാൻ പോകുന്നു. Stupid. ആ, ഇത് നിങ്ങളൊരു കാര്യം. ഞാൻ മുഖാന്തരം ഒരുത്തി ഇവിടുന്ന് രക്ഷപ്പെട്ടു. ഇവളെ പോലെ അഹങ്കരിച്ച് നടക്കാനാണ് നിങ്ങളുടെയും ഭാവമെങ്കിൽ ഈ വരട്ട് തള്ളെ പോലെ നരച്ചു കുറച്ച് ആയുഷ്കാലം മുഴുവൻ നിൽക്കേണ്ടി വരും. മനസ്സിലായോ? അമ്മിണിക്കുട്ടി, നീ ഒന്ന് മനസ്സിലായിക്കോ, ഞാൻ ഈ വിരലൊന്ന് ഞൊടിച്ചാ മതി, ആയിരക്കണക്കിന് പെമ്പിള്ളാരോടൊന്ന് ക്യൂ നിൽക്കും. അറിയാമോ? എടാ അപ്പോ, ഞാൻ നുണയനാണ്, പെൺകോന്തനാണ്, ആഭാസനാണ്. പിന്നെ വിശ്വദാസ്, അനങ്ങിപ്പോരും. ഇനി 1 ഇഞ്ച് മുന്നോട്ട് വെച്ചാൽ അപകടമാണ്. അവസാനിപ്പിച്ചു കളയും. അനങ്ങരുത്. ആ അതാ